ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സ്ട്രോബെറി കേക്കാണ്. അതിനായിട്ട് 225 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ തൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മുട്ടയുടെ കളറ് മഞ്ഞ കളറൊന്ന് മാറി ഒരു ക്രീം ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു 2-3 സെക്കൻഡ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 175 ഗ്രാം പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ആദ്യം കുറച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് അടിച്ചെടുക്കാം. പിന്നെ കുറച്ചും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അടുത്ത ലാസ്റ്റ് പോർഷൻ, അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ലാസ്റ്റ് പോർഷൻ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി സൈഡിലിരിക്കുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് താഴോട്ടാക്കി കൊടുക്കാം. ഇനി ഇത് നല്ല ക്രീമി ആവണ വരെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ പൾപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു 4 ടേബിൾ സ്പൂൺ. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറിയുടെ സിറപ്പാണുള്ളത്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹേർഷീസിൻ്റെ സിറപ്പാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ എസെൻസ് ഉള്ളെങ്കിൽ അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എസെൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും, അപ്പോൾ കുറച്ച് മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ലിക്വിഡ് കളറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ കണ്ടപ്പോൾ കൂടുതൽ ഒഴിച്ച പോലെ തോന്നി. കണ്ടാൽ നല്ല കളറ് വന്നു, പക്ഷേ കേക്കിൽ അത്രയും കളറ് വന്നില്ലായിരുന്നു. ജെൽ കളറാണെങ്കിൽ കുറച്ച് കൂടുതൽ കളറ് കിട്ടും കേട്ടോ. ഞാൻ റെഡ് കളറാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് കുറച്ച് ഒഴിക്കുമ്പോൾ ഒരു പിങ്ക് കളറ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചത്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഒരുവിധം ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ പൊടിയിലേക്ക് ഇട്ടേണ്ടതായിരുന്നു, അത് നമ്മൾ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതിലേക്ക് ഇട്ടാലും മതിയല്ലോ, അതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 3 പ്രാവശ്യം അരിച്ചു വെച്ചേക്കണം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ചും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും അങ്ങനെ 3 പ്രാവശ്യമായിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരുവിധം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 8 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുണ്ടോ, നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് നമ്മളിത് ഒഴിച്ച് കൊടുത്തേക്കണത്. ഈ സമയം നമ്മൾ ബേക്ക് ചെയ്യണ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ വെച്ചിട്ടുണ്ട്. അല്ല ഓവനിലാണ് ചെയ്യണമെങ്കിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടാവണം. ഇനി ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസ് പോകാനായിട്ട് 3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായില്ല, അതിൻ്റെ മുകളിലൊരു ഫ്രെയിമും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ പാത്രം നല്ല ചൂടായി വന്നപ്പോഴാണ് കേട്ടോ വെച്ച് കൊടുത്തത്. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് സാധാരണ നമ്മൾ 1 കപ്പാണല്ലോ ചെയ്യണത്. ഇതിപ്പോൾ 225 ഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടോ അത് റെഡിയായി വരാൻ. ഒരു 50 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്.
നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതായത് 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ആ സമയം നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഫിയോണയുടെ ക്രീമാണ് എടുത്തേക്കണത്. അധികം ഡെക്കറേഷനൊന്നും ചെയ്യണില്ല, ബോർഡറൊന്നും ചെയ്യണില്ല, സിമ്പിൾ ഡെക്കറേഷനാണ്. അതുകൊണ്ട് 1.25 കപ്പ് മതിയാവും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ലോ സ്പീഡ് 1 തുടങ്ങിയിട്ട് പിന്നെ 2 മാറ്റി 3 മാറ്റി അങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ല ക്വാണ്ടിറ്റി കൂടി വന്നിട്ടുണ്ട്, നിറയെ ആയി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു സ്പൂണിലെടുത്തിട്ട് കമത്തിയാൽ പോലും പോവാത്ത രീതിയിലാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കാം കേട്ടോ. കേക്കിൻ്റെ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ കളഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഐസിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി ഇതിനെ 3 ലെയേഴ്സാക്കി നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. പിന്നെ നിങ്ങൾ മുറിക്കുമ്പോൾ കൈ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ. അത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഒന്ന് വരച്ചിട്ട് ട്വൈൻ വെച്ച് വലിച്ചു കൊടുത്താലും മതി. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ കത്തി കൊണ്ട് തന്നെ അങ്ങോട്ട് മുറിച്ച് കൊടുക്കുവാണ്. ഒരു ലെയർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ അതുപോലെ തന്നെ മുറിച്ചെടുക്കാം. ഈ കേക്ക് വെച്ചപ്പോൾ തന്നെ ടേൺ ടേബിളിലേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോർഡിൻ്റെ മുകളിലേക്ക് നമ്മൾ മിഡിൽ ലെയർ എടുത്ത് വെച്ചേക്കുവാണ്. ഇനി അതിനെ നമുക്കൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷുഗർ സിറപ്പിൽ നന്നായിട്ട് സോക്ക് ചെയ്യണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം വെച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ക്രീം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ക്രഷ് വെച്ച് കൊടുക്കണം കേട്ടോ. സ്ട്രോബെറിയുടെ ക്രഷ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രോബെറിയുടെ ജെല്ലിയാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്നുകിൽ സ്ട്രോബെറിയുടെ ക്രഷ് കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോബെറി കിട്ടുന്ന സമയത്ത് അത് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത്, അതായത് അതൊന്ന് മുറിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വരുമ്പോൾ അതിൻ്റെ ക്രഷായിട്ട് നമ്മൾ പൈനാപ്പിൾ ചെയ്ത പോലെ അപ്പോൾ അതിൻ്റെ ക്രഷ് കിട്ടും. അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലെയർ സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഏറ്റവും മുകളിലത്തെ ലെയറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്ക് ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയാണ്, അതായത് ഒരേ ഷേപ്പിൽ. ചില സമയത്ത് നമ്മൾ പ്രസ് ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ താന്നൊക്കെ ഇരിക്കണം, കണ്ടിട്ടില്ലേ? അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും സ്ട്രോബെറിയുടെ ജെല്ലി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. അതിന് പകരം നിങ്ങൾ ക്രഷ് വാങ്ങി ഉപയോഗിക്കുക കേട്ടോ. ഇത് ബേക്കറിയിലൊന്നും കിട്ടില്ല, കേക്കിൻ്റെ കടയിൽ മാത്രം, കേക്കിൻ്റെ സാധനങ്ങൾ വെക്കുന്ന കടയിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ജെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ എടുത്ത് വെക്കാം. അതായത് ഏറ്റവും അടിയിലെ പോർഷനാണ് വെക്കണത്. അത് വെക്കണതിന് മുമ്പ് ആ സൈഡ് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡും സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് മുഴുവനും വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്ത്, അതായത് ആദ്യം ചെറിയ രീതിയിലൊരു കോട്ടിങ് കൊടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ എടുത്ത് അടുത്ത കോട്ടിങ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒറ്റയടിക്കാണ് അങ്ങോട്ട് കോട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ടത് വല്ല കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഇനി ഈ സൈഡ് നല്ല കുറച്ച് കട്ടിയിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഒരു ഡിസൈനാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു കത്തി കൊണ്ടാണ് ചെയ്യണത്. 6 ആക്ക് പോലത്തുള്ള കത്തി ഉണ്ടാവുമല്ലോ, അതിലാണ് ഞാൻ ചെയ്യണത്. ഇനി നമുക്കൊരു ഗ്ലേസ് ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് 50 മില്ലി വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കണം.
നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് മെൽറ്റാക്കുന്നത്. ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസും കുറച്ച് കളറും കൂടി മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ആറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത്രയും നേരം നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചേക്കുമായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഈ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഗ്ലേസ് ഒരുവിധം തണുത്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെത്താനെ ഒഴുകി താഴോട്ട് വീണോളും. നമ്മൾ ഈ ഗ്ലേസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കണ്ടേ. സിൽവർ കളറാണ് വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.